സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു എന്ന് ഹദീസുകൾ പഠിപ്പിക്കുകയാണ്. എല്ലാ സന്ദർഭങ്ങളിലും അല്ലാഹുവെ സ്തുതിക്കുന്നവർ, അല്ലാഹു ചെയ്തിരിക്കുന്ന നിഅമത്തിനെ എടുത്തു പറഞ്ഞുകൊണ്ട് അതിന് സ്തുതി പറയുന്നവൻ. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്നല്ലാഹ ലയർളാ അനിൽ അബ്ദി അൻ യഅകുലൽ അക്ലത ഫയഹ്മദഹു അലൈഹാ ഔ യശ്റബ അശ്റബത ഫയഹ്മദഹു അലൈഹാ. ഭക്ഷണം കഴിക്കുക അല്ലെങ്കിൽ വെള്ളം കുടിക്കുക, എന്നിട്ട് അതിൻ്റെ പേരിൽ അള്ളാഹുവിനെ സ്തുതിക്കൽ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്, റബ്ബിന് തൃപ്തിയുള്ള വിഷയമാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി ദുരന്തങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ആദ്യം നമ്മൾ അള്ളാഹുവെ സ്തുതിക്കും, എന്നിട്ടാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്നത്. അള്ളാഹുവെ സ്തുതിച്ചതിന് ശേഷമാണ്, റബ്ബിനെ സ്തുതി പാടിയതിനു ശേഷമാണ് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലേ. അങ്ങനെ ചെയ്താൽ അള്ളാഹു വലിയ പ്രതിഫലം തരുമെന്ന് ഹദീസ് രേഖപ്പെടുത്തുകയാണ്. കരളിൻ്റെ കഷ്ടമായ പൊന്നുമോൻ മരിച്ചു, സ്വന്തം മോന് മരിച്ചു, ബാപ്പ ജീവിച്ചിരിക്കെ മകൻ മരിക്കുകയാണ്. അബൂ സിനാൻ റഹിമഹുല്ലാഹ് രേഖപ്പെടുത്തുന്ന ഹദീസാണ്, എൻ്റെ മകൻ മരിച്ചു. അങ്ങനെ മകൻ അബൂ സിനാൻ പറയാണ്, എൻ്റെ മകൻ സിനാൻ മരിച്ചു. അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവും മാത്രമല്ല വേണ്ടപ്പെട്ട ചില സ്വഹാബത്തും ആ ഖബറിൻ്റെ അരികെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ അവിടെ നിന്ന് പിരിഞ്ഞു പോരാൻ നിൽക്കുമ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അനുചരനായ അബൂ തൽഹ എൻ്റെ കയ്യിനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞ, അബൂ സിനാൻ, നിങ്ങൾ സന്തോഷവാനാവുക, നിങ്ങൾ സന്തോഷിക്കുക, നിങ്ങൾ ബേജാറാകണ്ട, എന്താണ് കാര്യം എന്ന് പറഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട അബൂ തൽഹ റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇദാ മാത വലദുൽ അബ്ദി, ഒരു അടിമയുടെ മകൻ, നമ്മുടെ സന്താനങ്ങൾ മരിച്ചാൽ, കുട്ടി മരിച്ചാൽ അല്ലാഹു മലായികത്തെ കിറാമിനോട് ചോദിക്കുമത്രേ, ഖബൽതും വലദ അബ്ദി, എൻ്റെ അടിമയുടെ മകനെ നിങ്ങൾ പിടിച്ചല്ലേ, എൻ്റെ അടിമയുടെ മകനെ നിങ്ങൾ റൂഹ് പിടിച്ചല്ലേ, അവൻ മരിച്ചുപോയല്ലേ? മലക്കുകൾ പറയും, അതെ, അവൻ മരിച്ചിരിക്കുന്നു, ഞങ്ങൾ പിടിച്ചിരിക്കുന്നു, അവൻ്റെ ആത്മാവിനെ പിടിച്ചിരിക്കുന്നു. ആ പ്രിയപ്പെട്ട പിതാവിൻ്റെ കരളിൻ്റെ കഷ്ടത്തെയാണ്, പൊന്നുമോനെയാണ് ഞങ്ങൾ പിടിച്ചത് എന്ന് മലായികത്തെ കിറാം മറുപടി പറയും. പൊന്നുമോനെയാണ് പിടിച്ചത്. അള്ളാഹു പറയും, അങ്ങനെ നിങ്ങൾ ആത്മാവിനെ പിടിച്ചപ്പോൾ, ആ കുഞ്ഞ് മരിച്ചപ്പോൾ എന്താണ് ആ പിതാവ് പറഞ്ഞത്? എന്താണ് ആ പിതാവ് പറഞ്ഞ കാര്യം? എന്താണ്? മലക്കുകൾ പറയും, ഹമിദക വസ്തർജ. ആ പിതാവ് ആദ്യം പറഞ്ഞു അൽഹംദുലില്ലാഹ്, എന്നിട്ട് പറഞ്ഞു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മകന് മരിച്ചു എന്ന് കേട്ടപ്പോൾ അല്ലാഹുവെ സ്തുതിച്ചിട്ട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ റബ്ബ് പറയുമത്രേ, മലായികത്തെ കിറാമിനോട് പറയുമത്രേ, ഇബ്നൂ ലി അബ്ദി ബൈതൻ ഫിൽ ജന്ന വസമ്മൂഹു ബൈതൽ ഹംദ്. അല്ലാഹ്, മകൻ മരിച്ചിട്ട് എന്നെ സ്തുതിച്ചല്ലേ അവൻ, എന്നെ അവൻ പുകഴ്ത്തി പറഞ്ഞല്ലേ, അതുകൊണ്ട് അവനക്ക് സ്വർഗത്തിൽ ഒരു വീടുണ്ടാക്കൂ, ആ വീട്ടിന് ബൈത്തുൽ ഹംദ്, ബൈത്തുൽ ഹംദ് എന്ന പേര് കൊടുക്കൂ, പേര് വിളിക്കൂ എന്ന് റബ്ബ് തആല മലായികത്തെ കിറാമിനോട് പറയുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു. മകൻ മരിച്ചിട്ട് അബൂ സിനാൻ തങ്ങൾ തൻ്റെ മകനെ ദഫൻ ചെയ്തുകൊണ്ട് ഖബറിങ്കൽ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ പറഞ്ഞു. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഹദീസാണ്. വീട്ടിൻ്റെ പേര് ബൈത്തുൽ ഹംദ്, സ്തുതിയുടെ വീട്. മകൻ മരിച്ചിട്ട് അല്ലാഹുവെ സ്തുതിച്ചവന് റബ്ബ് തആല നാളെ സ്വർഗ്ഗത്തിൽ ബൈത്തുൽ ഹംദ് പണിത് കൊടുക്കുമെന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ നിസ്കരിക്കുമ്പോൾ ഇഅ്തിദാലിൽ പടച്ചവനെ സ്തുതിക്കുന്നുണ്ട്. ഭയങ്കര ഹംദാണത്. സമിഅല്ലാഹു ലിമൻ ഹമിദ, അല്ലാഹുവെ സ്തുതിച്ചവനെ റബ്ബ് തആല കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ പിന്നെ പറയും, അല്ലാഹുമ്മ റബ്ബനാ ലകൽ ഹംദ് മിൽഅസ് സമാവാതി വമിൽഅൽ അർളി വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്. ഭയങ്കര ഹംദാണ്, ഭയങ്കര സ്തുതിയാണ്. റബ്ബനാ ലകൽ ഹംദ്, അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും. മിൽഅസ് സമാവാത്, ആകാശങ്ങൾ നിറയെ, വമിൽഅൽ അർളി, ഭൂമി നിറയെ, വമിൽഅ മാ ശിഅത മിൻ ശൈഇൻ ബഅദ്, അതിനുശേഷം നീ എന്തൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടോ ആ വസ്തുക്കൾ മുഴുവൻ നിറയെയും നിനക്കാണ് സ്തുതി. ഭയങ്കര ഹംദ്, അല്ലാഹുവെ സ്തുതിക്കുകയാണ്. ഹംദ് ചൊല്ലാൻ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചു.
അതുകൊണ്ട് ഏറ്റവും മികച്ച വചനം ഹംദാണ്, അള്ളാഹുവെ സ്തുതിക്കലാണ് എന്ന് പരിശുദ്ധരായ മലായിക്കത്തെ കിറാം പോലും ചെയ്യുന്ന കാര്യം. സദാ റബ്ബിനെ ഹംദ് ചെയ്യുന്ന മലക്കുകളുണ്ട് എന്ന്, ആ ഹംദാണ് മലായിക്കത്തെ കിറാം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നും ഹബീബുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലായിക്കത്തെ കിറാം റബ്ബിനെ എങ്ങനെ സ്തുതിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, അല്ലാഹു തആല മലായിക്കത്തെ കിറാം അല്ലാഹു തആലക്ക് വേണ്ടി ചെയ്യാൻ തെരഞ്ഞെടുത്തിരിക്കുന്ന ഏറ്റവും അഫ്ളലായ കാര്യം ഈ ഹംദാണ്, അല്ലാഹുവെ സ്തുതിക്കലാണ്. അയ്യുൽ കലാമി അഫ്ളൽ, ഏതു കലാമാണ് ഏറ്റവും ശ്രേഷ്ഠമായത്, ഏതു സംസാരമാണ്? മസ്തഫല്ലാഹു ലിമലായികതിഹി ഔ ലിഇബാദിഹി, അല്ലാഹു മലക്കുകൾക്ക് വേണ്ടി അവൻ്റെ അടിമകൾക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്ന സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ഹംദാണ് എന്ന് സയ്യിദുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യ പിതാവ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം സ്വർഗത്തിൽ വെച്ച് ആദ്യം പറഞ്ഞ കാര്യവും ഹംദാണ്, അല്ലാഹുവെ സ്തുതിക്കുകയായിരുന്നു. അല്ലാഹു ആദം നബിയെ സൃഷ്ടിച്ചു. ആദം നബിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല റൂഹിനെ നിക്ഷേപിച്ചു. റൂഹിനെ നിക്ഷേപിച്ചപ്പോൾ ആദം നബി തുമ്മി എന്നാണ്. ആദം നബിയെ പടച്ച് ആദം നബിയിലേക്ക് ആ ബൊമ്മ, മണ്ണ് കൊണ്ടുണ്ടാക്കപ്പെട്ട ബൊമ്മയിലേക്ക് അല്ലാഹു തആല റൂഹുദാ ഒരുപാട് കാലം വെച്ചു. പിന്നെ അതിലേക്ക് റൂഹങ്ങ് ഊതിയപ്പോൾ ആദം നബി അങ്ങ് തുമ്മി. ഫഖാല അൽഹംദുലില്ലാഹ്, ഉടൻ ആദം നബി പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. ഫഹമിദല്ലാഹ ബിഇദ്നി, അല്ലാഹു തആല തോന്നിപ്പിച്ചു പറയിപ്പിച്ചു, അല്ലാഹുവെ സ്തുതിച്ചു. ആ സമയത്ത് റബ്ബ് തആല പറഞ്ഞു, ആദം നബിയോട് പറഞ്ഞു യർഹമുക്കല്ലാഹ്, അല്ലാഹു നിങ്ങൾക്ക് റഹ്മത്ത് ചെയ്യട്ടെ എന്ന് റബ്ബ് മറുപടി പറഞ്ഞു ആദം നബിക്ക്. മാത്രമല്ല, എന്നിട്ട് അല്ലാഹു തആല ആദം നബിയോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ആ കാണുന്ന മലക്കുകളില്ലേ, അവരുടെ അടുക്കലേക്ക് ചെന്നിട്ട് ആ ഇരിക്കുന്ന മലക്കുകൾ അവരുടെ അടുക്കൽ പോയിട്ട് ഇത് പഠിപ്പിച്ചു കൊടുക്ക്. അവരുടെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ ആദ്യം അങ്ങോട്ട് ചെല്ലുമ്പോൾ അസ്സലാമു അലൈക്കും എന്ന് സലാം പറയും. അങ്ങനെ ആദം നബി ചെന്നു, മലായികത്തെ കിറാമിലേക്ക് സലാം പറഞ്ഞു. ഖാലു, അപ്പോൾ തിരിച്ച് മലായികത്തെ കിറാം വഅലൈക്കസ്സലാം വറഹ്മത്തുള്ളാഹ് എന്ന് മറുപടിയും പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം റബ്ബിലേക്ക് തിരിച്ചു വന്നു. തിരിച്ചു വന്നപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, ഇന്ന ഹാദിഹി തഹിയ്യതുക വതഹിയ്യതു ബനീക ബൈനഹും, ഈ സലാമാണ് നിങ്ങളുടെയും നിങ്ങളുടെ മക്കളുടെയും ഇടയിൽ പരസ്പരം അഭിസംബോധന ചെയ്യാൻ വേണ്ടിയുള്ള തഹിയ്യത്ത്. അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹ് പഠിപ്പിച്ചു കൊടുക്കുക പോയിട്ട് സലാം പറയാൻ മലായികത്തെ കിറാമിനോട്. അപ്പോൾ അവർ തിരിച്ചുകൊണ്ട് സലാം മടക്കുകയാണ്. അല്ലാഹ് പറയാണ്, ഇതാണ് നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും വേണ്ടി പരസ്പരം അഭിസംബോധന ചെയ്യാൻ, പരസ്പരം കൈമാറാനുള്ള തഹിയ്യത്ത്, ഒരു തിരുമുൽ കാഴ്ച ഇതാണ് എന്ന് അല്ലാഹു തആല പറഞ്ഞു കൊടുത്തു സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഖുർആൻ പരിശോധിക്കൂ. പ്രവാചകന്മാരെല്ലാം വിവിധ ഘട്ടങ്ങളിൽ പല സന്ദർഭങ്ങളിൽ ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അൽഹംദ്, അല്ലാഹുവെ സ്തുതിക്കൽ. നബിയുനാ നൂഹ് فإذا استويت أنت ومن معك على الفلك فقل الحمد لله الذي نجانا من القوم الظالمين. നൂഹ് നബിയോട് പറയാൻ അല്ലാഹു തആല പഠിപ്പിച്ചു കൊടുത്തു, നിങ്ങളും കൂടെയുള്ള വിശ്വാസികളും മലയിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ, പർവ്വതത്തിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഫഖുൽ അൽഹംദുലില്ലാഹ്, നിങ്ങൾ അൽഹംദുലില്ലാഹ് പറയണം, അല്ലാഹുവെ സ്തുതിക്കണം. അല്ലദീ നജ്ജാനാ മിനൽ ഖൗമിൽ ളാലിമീൻ, അക്രമികളായ സമൂഹത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തി അല്ലാഹുവിനാണ് സർവസ്തുതിയുമെന്ന് പറയാൻ നൂഹ് നബിയെ പഠിപ്പിക്കുകയാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം മകനാകുന്ന ഇസ്മായിൽ ഉണ്ടായപ്പോൾ ദുആ ചെയ്തില്ലേ? മക്കളുണ്ടായപ്പോൾ ദുആ ചെയ്തില്ലേ? അൽഹംദുലില്ലാഹില്ലദീ വഹബലി അലൽ കിബരി ഇസ്മാഈല വ ഇസ്ഹാഖ് ഇന്ന റബ്ബീ ലസമീഉദ് ദുആ. പ്രായാധിക്യത്തിലും എനിക്ക് ഇസ്മായിലിനെയും അതുപോലെ ഇസ്ഹാഖിനെയും തന്ന റബ്ബിനാണ് സർവസ്തുതിയും. നബിയുനാ ദാവൂദ് അലൈഹിസ്സലാത്തു വസ്സലാമും നബിയുനാ സുലൈമാൻ നബി അലൈഹിസ്സലാത്തു വസ്സലാമും റബ്ബിനെ സ്തുതിച്ചിട്ടുണ്ട്. വലഖദ് ആതൈനാ ദാവൂദ വസുലൈമാന ഇൽമാ വഖാല അൽഹംദുലില്ലാഹില്ലദീ ഫളലനാ അലാ കതീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ. അല്ലാഹു തആല രാജാധികാരം കൊടുത്തു ബാപ്പ ദാവൂദ് നബിക്കും മകനാകുന്ന സുലൈമാൻ നബിക്കും. രണ്ടുപേരും പറഞ്ഞു അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതി. ഞങ്ങളുടെ യോഗ്യതയല്ല, ഞങ്ങളുടെ കഴിവല്ല,
അല്ലാഹുവിനാണ് സർവസ്തുതിയും. അല്ലദീ ഫദ്ദലനാ അലാ കസീരിൻ മിൻ ഇബാദിഹിൽ മുഅ്മിനീൻ, തന്റെ വിശ്വാസികളാകുന്ന പല അടിമകളെക്കാളും ഒരുപാട് ശ്രേഷ്ഠതകളും ഒരുപാട് പ്രത്യേകതകളും സമ്മാനിച്ചിരിക്കുന്ന റബ്ബിനാണ് സ്തുതി. രണ്ടുപേരും റബ്ബിനെ സ്തുതിച്ചു. വിശുദ്ധ ഖുർആൻ സൂറത്തുൻ നംലിൽ പറയുന്നുണ്ട്, സയ്യിദുൽ മുർസലീൻ സയ്യിദുൽ കൗനൈനി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ? അൽഹംദുലില്ലാഹ് വഖുലിൽ ഹംദുലില്ലാഹില്ലദീ ലം യത്തഖിദ് വലദാ വലം യകുൽ ലഹു ശരീകുൻ ഫിൽ മുൽക് വലം യകുൽ ലഹു വലിയ്യുൻ മിനദ്ദുൽ വകബ്ബിർഹു തക്ബീറാ. നബിയോടും പറയാനും പറഞ്ഞ കാര്യം അൽഹംദുലില്ലാഹ്, അല്ലാഹുവെ സ്തുതിക്കണമെന്നാണ്. ഏകനായ റബ്ബ്, പങ്കാളികളില്ലാത്ത റബ്ബ്, അധികാരത്തിലോ മറ്റൊരു വിഷയത്തിലോ പങ്കാളിയില്ലാത്ത റബ്ബ്, ഒരു നിലക്കും അവനോട് പങ്കുചേരാൻ കഴിയുന്ന ഒരാളില്ലാത്ത ഏകനായ റബ്ബിനെ സർവസ്തുതിയുമെന്ന് പറയാൻ അല്ലാഹു നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നാളെ വിശ്വാസികൾ മുഅ്മിനീങ്ങൾ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ആ വിശ്വാസികൾ ആദ്യം പറയുന്ന കാര്യം എന്താ? അൽഹംദുലില്ലാഹ്. ഖുർആൻ പറയുന്നുണ്ട്, സൂറത്തുൽ അറാഫിൽ കാണാം, വല്ലദീന ആമനു വഅമിലുസ് സാലിഹാത്ത് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്, വിശ്വാസികൾ സ്വർഗ്ഗത്തിൽ കടന്നാൽ വഖാലു, അവർ പറയും, അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് ലഖദ് ജാഅത് റുസുലു റബ്ബിനാ ബിൽ ഹഖ് വനൂദു അൻ തിൽകുമുൽ ജന്ന ഊരിത്തുമുഹാ ബിമാ കുൻതും തഅമലൂൻ. അടിഭാഗത്തുകൂടെ അരുവികൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന സ്വർഗ്ഗത്തോട്ടങ്ങളിൽ പ്രവേശിച്ച വിശ്വാസികൾ പറയും, അൽഹംദുലില്ലാഹ്, അല്ലാഹുവിനാണ് സർവസ്തുതിയും. വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്, അല്ലാഹു നമ്മെ നയിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങളും ഈ സന്മാർഗത്തിലേക്ക് എത്തുമായിരുന്നില്ല. നമുക്ക് നേരെ ചൊവ്വ ജീവിക്കാൻ, നല്ല നിലക്ക് ജീവിക്കാൻ അല്ലാഹു തോന്നിപ്പിച്ചു, അല്ലാഹു അതിന് തൗഫീഖ് ചെയ്തു. അതുകൊണ്ട് ഇന്നിവിടെ എത്തി. അൽഹംദുലില്ലാഹ്, ഇത് റബ്ബിനെ സ്തുതിക്കുമെന്ന് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്ന ഉമ്മത്ത് പോലും അല്ലാഹുവിനെ സ്തുതിക്കുമെന്ന്. എന്നു മാത്രമല്ല, സന്തോഷഘട്ടങ്ങളിലെല്ലാം അല്ലാഹുവിനെ ഓർത്ത് സ്തുതിയർപ്പിക്കുന്ന മുഹമ്മദീയ ഉമ്മത്തിനെ തൗറാത്താകുന്ന മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് നൽകപ്പെട്ട ഗ്രന്ഥം സൂചിപ്പിച്ചത്, ഉമ്മത്തിനെ കുറിച്ച് സൂചിപ്പിച്ചു ഉമ്മത്തുൽ ഹംദ് എന്നാണ്. ഉമ്മത്തുൽ ഹംദ്, സ്തുതിയുടെ ഉമ്മത്ത്, സ്തുതിക്കുന്ന ഉമ്മത്ത്, അല്ലാഹുവിനെ നിരന്തരമായി സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മത്ത്. ഉമ്മത്തുഹുൽ ഹമ്മാദൂന യഹ്മദൂനല്ലാഹ ഫീ കുല്ലി സറാ എന്ന് തൗറാത്ത് പറഞ്ഞിട്ടുണ്ട് ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം.